ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ തെറ്റായ ടെക്നിക്സ് യൂസ് ചെയ്ത് വിഷ്വലൈസേഷൻ നടത്തുന്നതുകൊണ്ടാണ്. എൻ്റെ ബാച്ചിലർ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സീക്രട്ട് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കട്ടയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ് 10 ഇരട്ടി വേഗത്തിൽ നടത്താൻ സാധിക്കും. വർഷങ്ങളായുള്ള എൻ്റെ മാനിഫെസ്റ്റേഷനിലെ റിസർച്ച്, പരീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഫലമാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും. എനിക്കും എൻ്റെ സ്റ്റുഡൻസിനും ഇത് വർക്കൗട്ടായി, നിങ്ങൾക്കും ഇത് വർക്കൗട്ട് ആവും. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, ട്രോമ, ഇതൊക്കെ നിറഞ്ഞ മനസ്സിന് ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യമേ ശ്രമിക്കേണ്ടത് ആ നെഗറ്റിവിറ്റിയെ പറിച്ചെറിയാന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. ചക്കയെ പറ്റി ആലോചിക്കരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് വിഷ്വൽ ചക്കയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾ കൂടുതൽ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കും. ഇതാണ് വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, അതിനിടയ്ക്ക് നെഗറ്റീവ് ചിന്ത വരുന്നു. ആ നെഗറ്റീവ് ചിന്ത വന്നു കഴിയുമ്പോൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയും എൻറ്റയർ പ്രോസസ് കോളമായി ചളമാവുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിലാണ് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നിക് യൂസ് ചെയ്യേണ്ടത്. സൈക്കോളജിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടുകാലത്തെ ചില ട്രോമകൾ അല്ലെങ്കിൽ ചില നെഗറ്റീവ് ചിന്തകൾ, ആങ്സൈറ്റി, അതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള ടെക്നിക്കാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ പഴയ കാലത്തെ ട്രോമയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യണം. അത്തരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാവും ഇതൊരു പാസ്റ്റ് ഇവന്റ് ആണ്, റിയൽ അല്ല എന്നൊരു സിഗ്നൽ തലച്ചോറിന് കിട്ടുകയും ആ ട്രോമയിൽ നിന്നും അല്ലെങ്കിൽ മോശപ്പെട്ട നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ സാധിക്കും. ഈ ടെക്നിക്കാണ് നമ്മൾ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം, അത് നേടിയതായിട്ടും അത് നേടിയതിനു ശേഷമുള്ള നിങ്ങളുടെ ഹാപ്പിനെസ്സും ആ ഒരു എനർജിയും ഒക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമല്ലോ. എടാ നിന്നെ കൊണ്ട് ഒക്കത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പണ്ടുകാലത്ത് നീ ഈ ഒരു കാര്യത്തിൽ തോറ്റതാണല്ലോ, ആ തോറ്റ നിനക്ക് എങ്ങനെയാണ് ഇതിൽ ജയിക്കാൻ സാധിക്കുക? ഇതുപോലെയൊക്കെയുള്ള നെഗറ്റീവായ സെൽഫ് ടോക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഭയങ്കര കോടീശ്വരനാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ. വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാം കളർഫുൾ ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ വലിയ കാറ് വാങ്ങിക്കുന്നു, ജീപ്പ് വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, ആൾക്കാരെ സഹായിക്കുന്നു. ഇതിനിടയിൽ കൂടെ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ധാരാളം ലോൺ ഉണ്ട്, ഈ ലോണൊക്കെ ഞാൻ എങ്ങനെ അടച്ചു തീർക്കും, അല്ലെങ്കിൽ പണ്ടൊക്കെ ഞാൻ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞതാണല്ലോ, ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുമല്ലോ. അതിനെയൊക്കെ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യണം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ലവ് അല്ലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ണറെയാണ് വിഷ്വലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ കളർഫുൾ ആയിട്ട് അയാളോടൊപ്പം ജീവിതം പങ്കിടുന്നതായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. ഒരുപക്ഷെ ആ സമയത്തായിരിക്കും പണ്ട് നടന്ന ബ്രേക്കപ്പോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ട്രോമയോ മനസ്സിലേക്ക് വരുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ആ ട്രോമ അല്ലെങ്കിൽ ആ വിഷ്വൽസ് വരുമ്പോൾ നിങ്ങൾ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഡിഫറൻസ് മനസ്സിലാവും. കളർഫുൾ ആയിട്ടുള്ളതാണ് റിയൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളത് ഫേക്ക് ആണ് എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ സിഗ്നൽ ആണെന്ന് വെച്ചോ, അത് നമ്മൾ തലച്ചോറ് കൊടുക്കുകയാണ്. ഇത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നാണല്ലോ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്കിത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഡെയിലി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും, ഒരു പരീക്ഷാ വിജയമാവാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ സക്സസ് ആവാം, അതല്ലെങ്കിൽ ഒരു മികച്ച ജീവിത സാഹചര്യമാവാം, നിങ്ങൾ സ്വപ്നം കാണുന്ന യാത്രകളാവാം, എന്താണെങ്കിലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നിക് നിങ്ങളുടെ വിഷ്വലൈസേഷന്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനം ആദ്യമേ കിട്ടും. മനസ്സമാധാനമുള്ള മനസ്സിന് അട്രാക്ഷൻ പെട്ടെന്ന് നടത്താൻ സാധിക്കും. ഹീലിംഗ് നടന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സെന്ന് പറയുമ്പോൾ വളരെ പവർഫുൾ ആണ്. ആ മനസ്സിന് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കുറെ കൂടെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് ഒരു മേഘങ്ങൾ പോലെയാണ് അല്ലേ, പക്ഷെ നിങ്ങളുടെ മനസ്സ് ആകാശമാണ്. മേഘങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും എത്ര ഉയർന്നു പൊങ്ങിയാലും ആകാശത്തെ തൊടാൻ പോലും പറ്റില്ല. ആ മേഘങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു തെളിഞ്ഞ മനസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധം. കൂടുതൽ ആഴത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും അതിന് അംഗങ്ങളാവുന്നതാണ്. സോ ഇനി ചോയ്സ് നിങ്ങളുടേതാണ്. വേദനിച്ച് കരയണോ അതോ വിജയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ചോയ്സ് നിങ്ങളാണ് എടുക്കേണ്ടത്. മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. വിജയം ആകർഷിക്കുക.